സർവശക്തനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ വചനം പറയട്ടെ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വചനം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞിട്ട് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എൻ്റെ നായകനായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, രോഗം അതികഠിനമായി അസാധ്യമെന്ന് ഡോക്ടർമാർ പറഞ്ഞ വിഷയമാണെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. 2013 ജൂലൈ മാസം ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ അതിയായ ക്ഷീണം അനുഭവപ്പെട്ടു. പനിയാലും അസ്വസ്ഥതയാലും ആകെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ 4 വട്ടം വണ്ടി നിർത്തി ആണ് ഞാൻ ഹോസ്പിറ്റലിലെത്തിയത്. അന്ന് രാത്രി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഞാൻ തല കറങ്ങി വീണു. ഞാൻ ഛർദ്ദിച്ചു. എന്നെ അവിടെ ബെഡിൽ കിടത്തി എൻ്റെ കയ്യിൽ കാനുലയിട്ട് ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഭാരപ്പെട്ട ഒരു രാത്രിയായിരുന്നു അന്ന് രാവിലെ. അടുത്ത ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ എനിക്ക് നടക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടു. എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റിയില്ല. എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നത് പോലെ തോന്നി, തല കറങ്ങുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരാളുടെ സഹായത്തോടെയാണ് ഞാൻ എൻ്റെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തെത്തിയത്. വണ്ടിയിൽ കുറേ നേരം ഞാൻ കിടന്നു. എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങി. പിന്നെയും പലവട്ടം നിർത്തിയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. അന്ന് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. രാവിലെ ഞാൻ മെഡിസിൻ എടുത്തു. പക്ഷെ മെഡിസിൻ എടുത്തിട്ട് എൻ്റെ ക്ഷീണം മാറിയില്ല. രാത്രി ആയപ്പോഴേക്കും ഞാൻ ബാത്റൂമിൽ തല കറങ്ങി വീണു. അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നെ ദേവി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വണ്ടി വിളിച്ച് വേഗം ദേവി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ എന്നെ പരിശോധിക്കാൻ തുടങ്ങി. എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, എക്സ്റേ എടുത്തു. ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തു. ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് കയറി. എന്നെ അവിടെ കാഷ്വാലിറ്റിയിലേക്ക് എടുത്തപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് എന്നോട് ചോദിച്ചു, മദ്യപിക്കുമോ എന്ന് ചോദിച്ചു. ഒരു സത്യം പറയട്ടെ, ഞാൻ ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഇതുവരെ തൊട്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ലിവർ ഇൻഫെക്റ്റഡ് ആണ്, കാര്യമായ ഇൻഫെക്ഷൻ ലിവറിന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ജനറൽ മെഡിസിൻ അവിടെ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുടെ പേര് ഡോക്ടർ ബാബു ജോൺ മാത്യൂസ് എന്നാണ്. ആ ഡോക്ടറുടെ കീഴിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ എന്നെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ക്ഷീണം കൂടി, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എൻ്റെ ബാലൻസ് തെറ്റുന്നു, ശ്വാസം മുട്ടുന്നു, ആകെ പ്രയാസമായി. അങ്ങനെ ഞാൻ മുറിയിലിരിക്കുന്ന സമയത്ത് അതിരാവിലെ 2ാമത്തെ ദിവസം എൻ്റെ ആ വാർഡിലെ സിസ്റ്റർ വന്ന് കതക് തുറന്ന് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, മോനെ ICUയിലേക്കൊന്ന് മാറ്റുവാണ്, ഒബ്സർവേഷന് വേണ്ടി ICUയിലേക്ക് മാറ്റുവാണെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനാകെ പ്രയാസമായി. എന്നെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ICUയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഫയല് നോക്കാൻ എല്ലാവരും തിടുക്കം കാണിക്കുന്നത് കണ്ടു. എനിക്ക് മനസ്സിലായില്ല. അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ICUയിലാണ് ഞാൻ കിടക്കുന്നത്. അവിടുത്തെ ICUയിലെ ഇൻചാർജ് ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ എൻ്റെ ഫയല് നോക്കുന്നത് കണ്ടു. എന്നിട്ട് എല്ലാവരോടും വന്ന് പറഞ്ഞു, വന്ന് നോക്കെന്ന് പറഞ്ഞു. കാരണം ഇത് റെയർ കേസാണ്, വന്ന് നോക്കാൻ പറഞ്ഞു. ഞാനവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ വന്ന് എൻ്റെ ഫയൽ നോക്കുന്നത് കണ്ടു. പുറത്തേക്ക് പോകുന്നത് കണ്ടു, അകത്തേക്ക് വരുന്നത് കണ്ടു. മാറി എല്ലാവരും ഫയൽ നോക്കി പോകുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എന്താണ് പ്രശ്നം? സിസ്റ്റർ പറഞ്ഞു, മോനെ
ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്നോട് പറയും, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനെ, ഇതിൽ നിനക്ക് കാര്യമായി ഇൻഫെക്ഷൻ ലിവറിൽ വന്നിട്ടുണ്ട്. SGPT എന്ന് പറയുന്ന എൻസൈം അത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനൊരു നോർമൽ എമൗണ്ട് ഉണ്ട് ബ്ലഡിൽ, അത് 15 to 50 പക്ഷേ മോന് വന്നിരിക്കുന്ന റേറ്റ് ഭയങ്കര വലുതാണ്. നിങ്ങൾക്കറിയാമോ, മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഹിസ്റ്ററിയിൽ SGPT കൂടിയിട്ടുള്ളത് 3000 വരെയാണ്. 3000-4000 വരെ ഈ ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ കയറാറുണ്ട്. ഹിസ്റ്ററിയിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് 8000 ആ 8000 വന്നിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് വന്ന ദീപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കായിരുന്നു. ആ പെൺകുട്ടിയെ കാഷ്വാലിറ്റിയിൽ നിന്നും ICUലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ആള് മുകളിലേക്ക് പോയി. അതുപോലെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ ആ കുട്ടി ലോകത്തിൽ നിന്ന് പോയി. 8000 ആയിരുന്നു ആ കുട്ടിയുടെ റേറ്റ്. എന്നാൽ എൻ്റെ ഫയല് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ SGPTയുടെ അളവ് 11,500 11,500. ഡോക്ടർ ആകെ ടെൻഷനിലാണ്. ഈ ഡോക്ടറുടെ പേഷ്യൻ്റ് ആയിരുന്നു ആ പേഷ്യൻ്റ്. എന്നാൽ ഇത് വീണ്ടും മോൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഡോക്ടർ കതക് തുറന്ന് പുറത്തിറങ്ങിയിട്ട് ആരാണ് അപ്പനെന്ന് ചോദിച്ചു. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒന്ന് വരാമോ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. ആ ഫാദറിനോട് പറഞ്ഞു, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാൻ കാര്യം പറയുന്നു, മോൻ്റെ നില ഗുരുതരമാണ്, നമുക്ക് ഒരു പരിധി വരേക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ലിവറിന് അതുപോലെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഇഞ്ചുറി വന്നിട്ടുണ്ട്. എൻ്റെ ഡയഗ്നോസിസ് ഞാൻ എഴുതിയിട്ടുണ്ട്, മുകളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ലിവറിന് ഇഞ്ചുറി വന്നിരിക്കുകയാണ്, നമുക്ക് മരുന്ന് കൊടുത്ത് കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ ക്രൂഷ്യലായി. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അവസാനമായി മനുഷ്യർ പറയുന്ന ഒരു വാക്കുണ്ട്, ഏതൊരവസ്ഥയുടെ നടുവിലും പറയുന്നൊരു വാക്കാണ്, പ്രാർത്ഥിക്കാം. ഇന്നത് അവസാനമായി, എല്ലാവരുടെയും ജീവിതത്തിൽ അത് അവസാനമായി. അങ്ങനെയാണെങ്കിൽ അത് ആദ്യമാകണം. ഡോക്ടർ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ദൈവത്തിന് കഴിയുമെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വേണ്ടപ്പെട്ട ആൾക്കാരോട് വിവരം അറിയിക്കാൻ പറഞ്ഞു. ഞാനിതൊന്നും അറിയുന്നില്ല, എൻ്റെ അപ്പനോട് പറഞ്ഞ കഥകൾ ഞാൻ അറിയുന്നില്ല. ഞാൻ അകത്ത് കിടക്കുകയാണ്. എൻ്റെ ഇപ്പോഴുള്ള വെയിറ്റിൽ നിന്ന് 25 കിലോ കുറഞ്ഞു ഞാൻ കിടക്കുകയാണ്. എനിക്ക് ബാലൻസിങ്ങിൽ എൻ്റെ 2-3 പേര് പിടിച്ചാണ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്. ഞാൻ കഴിക്കുന്ന ഫുഡ് മുഴുവൻ ഛർദ്ദിക്കുകയാണ്, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആണ്. ആ സമയത്ത് ഡോക്ടർ അപ്പനോട് പറഞ്ഞു, എൻ്റെ പെങ്ങൾ അന്ന് സൗദിയിലാണ്, അവൾ എന്നെ വന്ന് രാത്രി കാണുവാണ്. അവൾ എമർജൻസി ലീവ് എടുത്ത് വന്നു, എന്നെ വന്ന് കണ്ടു. ഞാൻ അതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി എൻ്റെ അപ്പൻ എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരെയും വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമോ, എനിക്ക് 26 വയസ്സാണ് ആ സമയത്ത്. 26ലേക്ക് ഞാൻ കടന്നിരിക്കുന്ന സമയമാണ്. ഒത്തിരി പ്രതീക്ഷയോടെ എൻ്റെ അപ്പൻ എന്നെ വളർത്തിയേ. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊന്ന് വന്നത് എൻ്റെ അപ്പന് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ അപ്പൻ പറഞ്ഞു, നിങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മുറിയിലും പല ഭാഗങ്ങളിലുമായി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് പവറുണ്ടെന്ന് ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ എൻ്റെ മുറിയിൽ വന്ന ICUയിൽ ബെഡിൻ്റെ അവിടെ വന്ന് ഫയൽ നോക്കുന്നത് കണ്ടു, ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾക്കറിയാമോ, എൻ്റെ SGPT ലെവൽ 11,500. അത് പെട്ടെന്ന് 5000ത്തിലേക്ക് താണു. ഭയങ്കര റിക്കവറി നടന്നു. അന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന റിക്കവറി വലിയതാണ്. എൻ്റെ ബ്ലഡൊക്കെ ഭയങ്കരമായിട്ട് നോർമലാകാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഞാൻ ICU വിട്ടു. 3-ാമത്തെ ദിവസം ICU വിട്ടു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലും വിട്ടു. ഇനി ഞാൻ തിരിച്ച് ഫസ്റ്റ് OPD വിസിറ്റിങ്ങിന് ചെല്ലുവാണ്. അപ്പോൾ ആ ഡോക്ടർ എന്നെ കണ്ടു. ഒത്തിരി ഡോക്ടർമാരുടെ നടുവിലിരുന്ന് എന്നെ നോക്കി ഇട്ട് പറഞ്ഞു, ഈ മോൻ്റെ മേൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മരുന്ന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ബാബു ജോൺ മാത്യൂസ് മെഡിക്കൽ ട്രസ്റ്റ് എന്നെ ട്രീറ്റ് ചെയ്ത് ഡോക്ടർ പറയുക, ഞാൻ മരുന്ന് തന്നിട്ടില്ല എന്ന്. കാരണം ആ ഡോക്ടർ പറയുന്നു, ഞാൻ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഇവൻ്റെ ദൈവം വലിയവനാണെന്ന്. എന്നോട് പറഞ്ഞു, ജീവിതകാലം മുഴുവൻ നിന്റെ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. ഞാനല്ല നിന്നെ രക്ഷിച്ചത്, എൻ്റെ കൈവിട്ടു പോയ കേസാണ്.
എൻ്റെ ജീവിതത്തിൽ നിന്റെ അനുഭവത്തിൽ നിന്ന് നീ പറയാതെ നിന്റെ ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, എൻ്റെ യേശുവിനെ കുറിച്ച് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അന്നത്തെ ആ നില കണ്ട്, എൻ്റെ അനുഭവം കണ്ട്, എൻ്റെ റിക്കവറി കണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ യേശു വലിയവനാണെന്ന്. ഡോക്ടർ പറഞ്ഞു പോയിന്ന്. ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് യേശുവാണ്. യേശുവാണ്. പ്രതീക്ഷകളറ്റെന്ന് മനുഷ്യൻ പറയട്ടെ, അസ്തമിപ്പിക്കുന്നത് ആരാ? മരണത്തിന്റെ താക്കോലുള്ളത് ദൈവത്തിന്റെ കയ്യിലാ. അവൻ വിചാരിക്കുമ്പോഴാ പോകുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും ജീവൻ നൽകി, ദാനം നൽകി, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഈ 2017 എന്നെ നിർത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല ഈ യേശുവിനോട്. ഞാനിത് നിങ്ങളോട് പറയേണ്ടതല്ലേ? എൻ്റെ യേശു എനിക്ക് ദാനമായി തന്ന ഈ ജീവിതത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി ഏറ്റു പറയേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അഭ്യർത്ഥിച്ച ഒരു പാട്ടാണ്. ഞാൻ മദർ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പാടിയൊരു പാട്ടാണ്. ആ പാട്ട് ഞാൻ പാടാൻ പോകുന്നു. ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഇപ്പോൾ ഈ പാട്ട് കേൾക്കാൻ പോകുന്ന വ്യക്തി ജീവിതങ്ങളിൽ ആരെങ്കിലും നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷ തകർന്നിരിക്കുന്നുവെങ്കിൽ, രോഗത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ, യേശു മതിയായവനാണ്. നിന്റെ അസുഖമാകട്ടെ, നിന്റെ ഏതൊരു പ്രോബ്ലവുമാകട്ടെ, അതിനെ തീർക്കുവാൻ യേശു മതിയായവനാണ്. എന്ത് ചെയ്യണം? വിശ്വസിച്ചാൽ മതി. ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വിശ്വാസത്താൽ ഇത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പാടട്ടെ. എൻ്റെ യേശു വലിയവനാണ്. സ്തോത്രം. പലപ്പോഴും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒറ്റപ്പെടലിന്റെ നടുവിലും നിന്നയുടെ നടുവിലും എന്നെ ആശ്വസിപ്പിച്ച കരം യേശുവിൻ്റെ കരമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. എൻ്റെ ശരീരം ബലഹീനമാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ കൈകൾക്ക് വിറയുണ്ട്. ഒരു ജോലി ചെയ്യുവാൻ കഴിയാതെ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. പണിക്ക് പറ്റിയൊരു കൈയല്ല ഇത്. ഇപ്പോഴും ബലഹീനതയുണ്ടെന്നേ. എങ്കിലും ചിരിച്ചുകൊണ്ട് പാടുക ഞാൻ. എൻ്റെ ശരീരത്തിൽ ബലഹീനത തീർന്നിട്ടില്ല. കഷ്ടമുണ്ടെന്ന എൻ്റെ നായകൻ എന്നോട് പറഞ്ഞത്. എൻ്റെ നായകൻ കഷ്ടം അനുഭവിച്ച ആളാ. ആ നായകനെ പിന്തുടരുന്ന എന്നോടും പറഞ്ഞു, കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. എൻ്റെ കൈക്ക് വിറയുണ്ട്, എൻ്റെ ശരീരം ബലഹീനമാണ്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് 28 വയസ്സാണ്. ഈ ചെറുപ്രായത്തിൽ എൻ്റെ ശരീരം ബലഹീനമാകുമ്പോൾ ഞാൻ കരയത്തില്ല. എൻ്റെ യേശു എനിക്ക് തരുന്ന ബലം ചെറുതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിന് നിങ്ങളെ ബലപ്പെടുത്താൻ പറ്റും. ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, സ്വന്തജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും, യേശു നിന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ താങ്ങിടും യേശു നിന്നെ കൈവിടില്ല. ക്ലേശങ്ങളിൽ താങ്ങിടും ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല യാത്രയധികമില്ല. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. കൊടുങ്കാറ്റും
തിരമാലയും പടകിലേറി ആടിച്ചിടുമ്പോൾ കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി ആടിച്ചിടുമ്പോൾ ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു.